നമസ്കാരം. കേരള രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കിക്കൊണ്ടിരിക്കുന്ന പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ ഉൾപ്പെട്ട CMRL എക്സാലോജിക് സാമ്പത്തിക തട്ടിപ്പ് കേസ് അന്വേഷണത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് അടുക്കുമ്പോൾ അപ്രതീക്ഷിത നിർണായക അറസ്റ്റുകൾ ഉടൻ ഉണ്ടാകുമെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കേസിന്റെ തുടക്കം മുതൽ അന്വേഷണ ഉദ്യോഗസ്ഥർ തിരഞ്ഞുകൊണ്ടിരുന്ന രാഷ്ട്രീയ പിടിപാടുള്ള ആ പ്രമുഖനിലേക്ക് കാര്യങ്ങൾ എടുക്കുമ്പോൾ ഞെട്ടാൻ പോകുന്നത് കേരള രാഷ്ട്രീയം മാത്രമല്ല, ഇന്ത്യയിലെ മുഴുവൻ രാഷ്ട്രീയ നേതാക്കളുമാണ്. ആരാണ് അയാൾ എന്ന ചോദ്യം കൂടുതൽ ശക്തിയിൽ കേട്ടു തുടങ്ങി. അണിയറയിൽ നിന്ന് ചരട് വലിച്ച സമൂഹ മധ്യത്തിൽ മുഖംമൂടി അണിഞ്ഞ ഒരാൾ ഈ കേസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കുറ്റവാളിയാകുമ്പോൾ കേരള സമൂഹത്തിന്റെ മനസ്സിൽ പിണറായി വിജയനൊപ്പം തെളിഞ്ഞു വരുന്ന മറ്റൊരു മുഖം വീണയുടെ ഭർത്താവ് മുൻ മന്ത്രി മുഹമ്മദ് റിയാസിന്റേത് കൂടി ആയിരിക്കും. കുറ്റവാളി ആര് എന്ന് തീരുമാനിക്കേണ്ടത് പോലീസും കോടതിയും തെളിവുകളും സാക്ഷികളുമാണ്. എങ്കിലും കുറ്റവാളി പട്ടിക അപ്രതീക്ഷിതമായ വഴിത്തിരിവിലേക്കാണ് കടക്കുന്നത് എന്നത് ഉറപ്പാണ്. CMRLുമായി വിവാദ സാമ്പത്തിക ഇടപാടിൽ വീണയേക്കാൾ കൂടുതൽ കുറ്റകൃത്യത്തിൽ പങ്കാളിത്തമുള്ള മറ്റാരോ എക്സാലോജിക് IT സൊല്യൂഷൻസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നതായി ഇഡിക്ക് നിർണായക സൂചന ലഭിച്ചു കഴിഞ്ഞു. ഇത് ആരാണെന്ന് കണ്ടെത്താൻ വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കുകയാണ് ഇഡി. കേസിൽ വീണ പ്രതിസ്ഥാനത്ത് തുടരുമെങ്കിലും അവരുടെ അറസ്റ്റ് കൊണ്ട് അന്വേഷണത്തിൽ വലിയ പുരോഗതി ഉണ്ടാകുമെന്ന തോന്നൽ ഇപ്പോൾ ഇഡിക്കില്ല. വീണയുടെ അറസ്റ്റ് ഒഴിവാക്കി PMLA പ്രത്യേക കോടതിയിൽ പ്രോസിക്യൂഷൻ കംപ്ലൈന്റ് അല്ലെങ്കിൽ കുറ്റപത്രം സമർപ്പിക്കാനുള്ള സാധ്യതയാണ് തെളിയുന്നത്. പ്രതിപട്ടികയിൽ മാറ്റം വരുമെന്ന സൂചനയും അന്വേഷണ സംഘം നൽകി കഴിഞ്ഞു. ഇഡിയുടെ പല ചോദ്യങ്ങൾക്കും കൃത്യമായ ഉത്തരം നൽകാൻ വീണയ്ക്ക് കഴിയുന്നില്ല. എക്സാലോജിക് നൽകുന്ന സേവനവുമായി ബന്ധപ്പെട്ട സാങ്കേതിക വിവരങ്ങൾ പോലും വീണയ്ക്ക് അറിയില്ല എന്ന് ഇഡി ഉദ്യോഗസ്ഥർ പറയുന്നു. കുറ്റം നിഷേധിക്കാൻ തക്ക തെളിവുകൾ ഹാജരാക്കാനും വീണയ്ക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ചോദ്യം ചെയ്യലിന്റെ ആദ്യഘട്ടത്തിൽ അന്വേഷണ സംഘത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള മറുപടികൾ വീണ നൽകിയിരുന്നു. ഇതേ കേസിൽ കമ്പനിക്കാര്യ നിയമപ്രകാരം സീരീസ് 4 ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കണ്ടെത്തിയ രേഖകളും ഇഡി റെയ്ഡിൽ പിടിച്ചെടുത്ത തെളിവുകളും നിരത്തി വ്യാഴാഴ്ച നടത്തിയ ചോദ്യം ചെയ്യലിലാണ് പുതിയ നിർണായക സൂചനകൾ ലഭിച്ചത്. ഈ കേസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് ഇനിയൊരു വ്യക്തിയുടെയോ ഒരു കമ്പനിയുടെയോ സാമ്പത്തിക ഇടപാടുകളെ മാത്രം ചുറ്റിപ്പറ്റിയ അന്വേഷണമായി തുടരുന്നില്ല എന്നതാണ്. അന്വേഷണത്തിന്റെ ദിശ മാറിക്കൊണ്ടിരിക്കുകയാണെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എക്സാലോജിക്കിന്റെ പ്രവർത്തനങ്ങളിലും CMRLുമായുള്ള സാമ്പത്തിക ഇടപാടുകളിലും വീണയേക്കാൾ കൂടുതൽ പങ്കാളിത്തമുള്ള മറ്റൊരാൾ ഉണ്ടായിരിക്കാമെന്ന സൂചനകൾ ലഭിച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നത് അന്വേഷണത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുന്നുവെന്ന മുന്നറിയിപ്പാണ് നൽകുന്നത്. എന്നാൽ ആ വ്യക്തിയുടെ വ്യക്തിത്വമോ പങ്കോ സംബന്ധിച്ച് ഇതുവരെ ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. രാഷ്ട്രീയമായി നോക്കുമ്പോൾ ഈ കേസ് ഇനി കേരളത്തിലെ ഏറ്റവും നിർണായകമായ രാഷ്ട്രീയ പോരാട്ടങ്ങളിൽ ഒന്നായി മാറിക്കഴിഞ്ഞു. ഭരണപക്ഷമെതിരെ മുൻ ഭരണകൂടത്തിന്റെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്ന വിഷയമായി ഉയർത്തുമ്പോൾ ഇടതു മുന്നണി അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് ഇപ്പോഴും ആവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ അന്വേഷണ നീക്കവും കോടതി മുറികൾക്കപ്പുറം രാഷ്ട്രീയ വേദികളിലും ചർച്ചയാവുകയാണ്. അതേസമയം അന്വേഷണ ഏജൻസികളുടെ ഉത്തരവാദിത്വവും ഇവിടെ നിർണായകമാണ്. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ കുറ്റപത്രവും തുടർ നടപടികളും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ. രാഷ്ട്രീയ ആരോപണങ്ങളോ മാധ്യമ വാർത്തകളോ മാത്രം ഒരു കേസിന്റെ അന്തിമ സത്യമാകില്ല. കുറ്റം തെളിയുന്നത് വരെ ആരെയും കുറ്റവാളിയായി വിശേഷിപ്പിക്കാനാവില്ല എന്ന നിയമ തത്വവും ഒരുപോലെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. ഈ കേസിന്റെ യഥാർത്ഥ വിധി എഴുതുക രാഷ്ട്രീയ പാർട്ടികളോ ടെലിവിഷൻ ചർച്ചകളോ അല്ല, അന്വേഷണ ഏജൻസികൾ ശേഖരിക്കുന്ന തെളിവുകളും കോടതിയിൽ അവതരിപ്പിക്കുന്ന വസ്തുതകളും മാത്രമാണ്. എന്നാൽ അന്വേഷണം പുതിയ വ്യക്തികളിലേക്കും സാമ്പത്തിക ശൃംഖലകളിലേക്കും വ്യാപിക്കുന്നുവെങ്കിൽ ഇതൊരു വ്യക്തിയെ കേന്ദ്രീകരിച്ച കേസിൽ നിന്ന് കേരളത്തിന്റെ രാഷ്ട്രീയ ഭരണ സംവിധാനത്തെ ബാധിക്കുന്ന വലിയ അഴിമതി അന്വേഷണമായി മാറാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. അതുകൊണ്ട് തന്നെ ഈ കേസിന്റെ അടുത്ത ഓരോ നീക്കവും നിയമപരമായും രാഷ്ട്രീയപരമായും ഒരുപോലെ നിർണായകമായിരിക്കും. അപ്പോഴും ആ ചോദ്യം ബാക്കിയാണ്, ആ പ്രമുഖൻ ആര്?